ഇത് നാരങ്ങ അച്ചാറ്, ഇത് കണ്ണിമാങ്ങ, ഇത് ചെമ്മീൻ വറുത്തരച്ചത്, ഇത് വെളുത്തുള്ളി. ചെമ്മീൻ ചമ്മന്തിയും കണ്ണിമാങ്ങ കഴിക്കാൻ പറ്റിയ അവസ്ഥയുണ്ട്. എന്തോന്ന്? എന്റെ അമ്മച്ചി അവിടെ ബാംഗ്ലൂർ കടയിൽ കിട്ടാത്ത സാധനം വല്ലതാണോ എടുത്ത് വെക്കുന്നേ? ഇത് എന്തായാലും കടയിൽ കിട്ടത്തില്ല. ഇതിലേ എന്റെ പ്രാർത്ഥനയും സ്നേഹവും ചേർത്തിട്ടുണ്ട്. അയ്യോ, അത് രണ്ടും കൂടി ഇതിനകത്ത് എടുത്തിട്ടാ അച്ചാറിന്റെ ടേസ്റ്റ് മാറിപ്പോവന്നാമോ? കൂടെ അവിടുന്ന്. ആ മോനഞ്ചോ, ഒരു മിനിറ്റ്. എന്നതാ ദാ ഇതെന്നെ ഒരു ജോലി കിട്ടി പോകുമ്പോ കുരിശാന്നോ എടുത്ത് കൈ തരുന്നേ? ഇത് നേർച്ച രൂപ. നിന്റെ സ്റ്റെബിലൈസർ കമ്പനി പൊട്ടിയപ്പോ അമ്മച്ചി നേർന്നതാ. ജോലിക്ക് ചേരുന്ന ആദ്യ ദിവസം തന്നെ ബാംഗ്ലൂരിലെ കൊള്ളാവുന്ന ഒരു പള്ളിയില് ഇതങ്ങ് സമർപ്പിച്ചേക്കണം. ആ മോനെ, ഇത് നിന്റെ ഇലക്ട്രിക്കൽ ഷോപ്പ് പൂട്ടിയില്ലേ, അപ്പൊ അമ്മച്ചി നേർന്നതാ. പിന്നെ ഇത് ട്രാവൽ ഏജൻസി പൂട്ടിയപ്പോ നേർന്നായിരിക്കും. ആഹാ, അതിന് നേർന്നത് സബാസിനോസ് പുണ്യാളന്റെ രൂപ. അത് ഞാൻ എടുത്തുതരാം. വേണം, അത് മൊത്തമായിട്ട് തന്നേരെ. ഞാൻ കംപ്ലീറ്റ് പുണ്യാളന്മാരെയും കൂടെ ബാംഗ്ലൂർ പള്ളിയിൽ അടക്കിക്കോളാം. ആ ജോ, വാടാ ഇവിടെ. നിന്നെ വിളിക്കുന്നു. എന്നല്ല നിന്നെ. രണ്ടുപേരും ഇങ്ങോട്ട് വരാൻ. അമ്മച്ചി വഴക്ക് പറയണ്ട അമ്മച്ചി. അതെ, അമ്മച്ചിയുടെ മോനൊരു മംഗളകാര്യത്തിന് ഇറങ്ങുമ്പോ ഞങ്ങളെ വഴക്ക് പറഞ്ഞ അമ്മച്ചിയുടെ മോന് തന്നെ ദോഷം. അങ്ങനെയുണ്ട്, എന്നെ ബാധിക്കും. ബൈബിളില് പറഞ്ഞിട്ടുണ്ട്. വാടാ ഇവിടെ. ഇവരെന്തോന്ന് സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു. ചുമ്മാതല്ല, അവന്റെ അപ്പം നേരത്തെ പോയി. എന്നെ മരിച്ചതാണല്ലോ അവൻ പറഞ്ഞത്. അമ്മച്ചി ഇന്നത്തേക്ക് അമ്മരൊന്നും പറയണ്ട പ്ലീസ്. അയ്യോ പോയി. സ്വന്തം ബിസിനസ് എന്നൊക്കെ പറഞ്ഞ് കാശ് കളഞ്ഞപ്പോഴേ ഞാൻ നിങ്ങളെ ശകാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോ നിങ്ങൾക്ക് ഒരേ കമ്പനിയിൽ ഒരുമിച്ച് ജോലി കിട്ടിയിരിക്കുന്നു. നിങ്ങളൊക്കെ ഒരേ മനസ്സാന്ന് അതിന്റെ സാരം. നിങ്ങളൊക്കെ അമ്മച്ചിക്ക് മക്കള് തന്നെ. പോയിട്ട് വാ. കർത്താവ് അനുഗ്രഹിക്കണം എന്നെ. മറ്റേ കാര്യം ഒന്നും കൂടെ അനുഗ്രഹിക്കണം. അമ്മച്ചിയുടെ കാര്യം. ഇത് എവിടെ നിന്നാടെ സൽമാൻ ഒരു വൃത്തിയായിട്ട് ശബ്ദം വരുന്നത്? ഞാൻ വിതുമ്പിയതാ. ഇതാണടാ അമ്മ. ഇതായിരിക്കണോടാ അമ്മ. എനിക്ക് കൊണ്ട് ഒരെണ്ണം. എന്ത്? ഞാൻ യാത്ര പോണെന്ന് പറഞ്ഞപ്പോ പറയാ, നിക്കാഹാകുമ്പോ അറിയിക്കണം, ബിരിയാണി കഴിക്കാൻ വരാന്ന്. പാവോടാ. വിളിക്കുന്നു, വാ. സൽമാനെ ഓവറാക്കി ചളമാക്കല്ലേ നിർത്ത്. ശരി കർത്താവേ കാത്തോളനെ. അമ്മച്ചിയുടെ അടുത്ത് നാട്ടിലില്ലാത്ത കള്ളവും പറഞ്ഞു. ആകെ വിഷമായി. ആരുടെ? ആ നമ്പ്യാരന്മാരെങ്ങാനാണോ? നമ്പ്യാരന്മാരൊന്നും അല്ല, നമ്മുടെ കുരുനാഥൻ. ഞാൻ പറയുന്നു കേൾക്കൂ. ഞങ്ങളെ പറഞ്ഞു പറ്റിച്ച് പിച്ചപാത്രം എടുത്തിട്ട് പഠിപ്പിച്ച സാറിനോടാണോ ഇങ്ങനെ മര്യാദ ഇല്ലാതെ സംസാരിക്കുന്നത്? ഫോണിങ്ങടുത്തെ. അതാണ് എന്നെ നടവേ. എടോ ചെറ്റ പരമനാറി തെണ്ടി, മറ്റവനെ മറിച്ചവനെ. ബാംഗ്ലൂരിൽ ജോലി കിട്ടിയെന്ന് വീട്ടുകാരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് നാട് വിടുക ഞങ്ങള്. ആ നമ്പ്യാരന്മാരെ പേടിച്ച്. നീ മിണ്ടായിരുന്നു. ഞങ്ങളെ ഈ ഗതിയിലാക്കിയ തന്റെ വൃത്തികെട്ട ശബ്ദം പോലും ഇനി കേൾക്കാൻ പാടില്ല. കേട്ടോടാ പരമനാറി ചെറ്റ തെണ്ടി. ചെവി ചീഞ്ഞു. ബാക്കി നീ വിളി. അത്യാവശ്യ സമയത്ത് ഒരു തെറി പോലും നാവില് വരില്ല. പ്രിയപ്പെട്ട സാർ, തെണ്ടി എന്ന് വിളിയടാ. നിങ്ങളുടെ ക്ലാസ്സിൽ 3 കൊല്ലം പഠിച്ചു പോയി എന്ന ഒറ്റ തെറ്റിന് അനുഭവിക്കാവുന്നതിലേറെ ഞങ്ങൾ അനുഭവിച്ചു. സർ, ഇനി ഉപദ്രവിക്കരുത്, വിട്ടേക്കണം. ഇങ്ങനെ പേടിച്ചോടാൻ തുടങ്ങിയാൽ നിങ്ങൾ ഓടിക്കൊണ്ടേയിരിക്കും. നോക്കൂ, പരാജയങ്ങളിൽ നിന്നുമാണ് ഒരു മനുഷ്യൻ പാഠം പഠിക്കുന്നത്. ഞാൻ പഠിച്ചു. നിങ്ങളുടെ കടം തീർക്കാനുള്ള ഒരു പ്രോജക്റ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നാളെ ഉച്ചയ്ക്ക് മുൻപ് നമ്പ്യാർമാർക്ക് കടം തീർക്കാനുള്ള 75 ലക്ഷം രൂപ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അയാൾ ചത്ത.
പിന്നെ പറഞ്ഞത് സത്യ. നിങ്ങൾ ഫാക്ടറിയിലേക്ക് വാ, കാര്യങ്ങൾ വിശദമായി സംസാരിക്കും. എന്താടാ? മിസ്റ്റർ ജോ ജോസഫ് തിരുവനന്തപുരത്തിൽ, മിസ്റ്റർ കെ ടി സൽമാൻ, മിസ്റ്റർ ഉമേഷ് പിഷാരടി. ഞാൻ നിങ്ങളുടെ ഒരു അധ്യാപകനായിരുന്നു, പക്ഷെ ഒരിക്കലും ഒരു ഗുരുശിഷ്യ ബന്ധമായിരുന്നില്ല നമ്മൾ തമ്മിൽ, അല്ലേ? ഒരു ദ്രവിച്ച ട്രാവൽ ഏജൻസി, ജുഗുപ്സാവഹമായ ഒരു ബാർബർ ഷോപ്പ്, ദുർഗന്ധപൂരിതമായ ഒരു പലചരക്ക് കട, ഇതെല്ലാം നടത്തി തീർന്നു പോകാനുള്ളതായിരുന്നില്ല നിങ്ങളുടെ ജീവിതം. ഞാൻ നിങ്ങളെ കൊണ്ട് ഓരോരോ ബിസിനസ് ചെയ്യിപ്പിച്ചത് എന്റെ നേട്ടത്തിന് വേണ്ടിയായിരുന്നില്ല. ഐ വാണ്ടഡ് യു ടു തിങ്ക് ബിഗ്. വലുതായിട്ട് ചിന്തിക്കാത്ത സമയത്ത് ചെറുതായിട്ട് കഞ്ഞിയെങ്കിലും കുടിച്ചുകൊണ്ടിരുന്നതാ. ഓ എന്റെ കുഞ്ഞമ്മയുടെ കഞ്ഞി. പണ്ട് ഇതുപോലൊരു ഇംഗ്ലീഷ് പറഞ്ഞിട്ടാണ് മാഷ് ഞങ്ങളെ കൊണ്ട് ഈ ഫാക്ടറി തുടങ്ങിപ്പിച്ചത്. ക്ഷണിക്കണ കണ്ടില്ലേ? പഴയ കാര്യങ്ങൾ പറഞ്ഞിനി സമയം കളയണ്ട. നമ്പ്യാർമാരുടെ 75 ലക്ഷം രൂപ തിരിച്ചു കൊടുക്കാൻ മാഷ് കണ്ടേക്കുന്ന പ്രോജക്റ്റ് എന്നതാണ്. പറയാം. ഒരു നിശ്ചിത സ്ഥലത്ത് വെച്ചിട്ടുള്ള അച്ചടിച്ച മൂല്യങ്ങളുള്ള കടലാസ കഷ്ണങ്ങളുടെ സഞ്ചയത്തെ നമ്മുടെ ശാരീരികമായ പ്രാഗൽഭ്യം ഉപയോഗിച്ച് സ്ഥാനമാറ്റം വരുത്തി നമ്മുടെ ലക്ഷ്യത്തിനായി ഉപയോഗിക്കുന്നു. Got it? വീണ്ടും വട്ടായ. അച്ചടിച്ച മൂല്യങ്ങളുള്ള കടലാസിന്റെ സ്ഥാനമാറ്റം. മോഷണം. വല്ലവന്റെ കാശ് മോട്ടിക്കണ കാര്യമാണ് ഇയാൾ പറയുന്നത്. മോഷണോ? ശരിക്കും മോഷണമല്ല, ഒരു ബാങ്ക് കൊള്ള. വിട്. പറയുമ്പോ നമ്മൾ തമ്മിൽ വലിയ പ്രായ വ്യത്യാസം ഇല്ലെങ്കിലും വെറും ഒരു ട്യൂട്ടോറിയൽ കോളേജിലാണ് ഇങ്ങനെ നമ്മളെ പഠിപ്പിച്ചെങ്കിലും മാഷാണ്. അതുകൊണ്ട് അടങ്ങ്. സെറ്റിൽ. പ്രിയപ്പെട്ട സാർ, എന്തോ? എന്റെ വീടിന്റെ ആധാരമാണ് ഇതേ ഇങ്ങനെ തുരുമ്പിച്ച് കിടക്കുന്നത്. സാറിന്റെ മറ്റൊരു തിങ്കിങ് ബിഗ്. കാശ് ഒരുപാട് പോയെങ്കിലും കഴുത്തറ്റം കടമാണെങ്കിലും ഞങ്ങൾ ആരും ഇതുവരെ നിയമത്തിന് വിധേയമല്ലാത്ത ഒന്നും ചെയ്തിട്ടില്ല. ഇനി ചെയ്യാലോ? ഒരു ബാങ്ക് കൊള്ളയടിക്കാന്നൊക്കെ പറഞ്ഞത്. സി സ്റ്റുഡൻസ്, ഇതൊരു ബാങ്ക്. ഞാൻ പറഞ്ഞു തീർക്കട്ടെ, എന്നിട്ട് നിങ്ങൾ അട്ടസിച്ചോളൂ. ലിസൺ, ഇതൊരു വമ്പൻ ബാങ്കൊന്നുമല്ല. നിങ്ങൾ കാശ് കൊടുക്കാനുള്ള കൊള്ളപ്പലിശക്കാരായ നമ്പ്യാർമാരുടെ ഫിനാൻസ് സ്ഥാപനം തന്നെയാണ് കൊള്ളയടിക്കുന്നത്. സി, അതൊരു കൊച്ചു ഫിനാൻസ് കമ്പനി ആയതുകൊണ്ട് 4 5 സ്റ്റാഫേ ഉള്ളൂ. പേരിന് പോലും ഒരു സെക്യൂരിറ്റി ഇല്ല. ഒരു സാധാരണ കെട്ടിടം. പിന്നെ കള്ളപ്പണക്കാര് ധാരാളം കാശ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ നമ്പ്യാർമാർ നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കാനും സാധ്യതയില്ല. അത്തരമൊരു ഫ്രോഡ് സ്ഥാപനം കൊള്ള ചെയ്യുന്നതിലൂടെ നമ്മൾ സാമൂഹിക സേവനം കൂടിയാണ് ചെയ്യുന്നത്. മാത്രമല്ല, കൊള്ള ചെയ്യുന്ന കാശ് അടുത്ത ദിവസം തന്നെ നമ്പ്യാർമാർക്ക് തിരിച്ചു കൊടുക്കുന്നതുകൊണ്ട് ആത്യന്തികമായി നമ്മൾ കൊള്ള ചെയ്യുന്നുമില്ല. അല്ലടേ. അല്ല മാഷെ, അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ കൊള്ള അടിക്കുന്നുമില്ല, എന്നാൽ നമ്മുടെ കടവും തീരുന്നു അല്ലേ? എക്സാക്ട്ലി. അളിയ, നമ്മള് മാഷിനെ വെറുതെ തെറ്റിദ്ധരിച്ചു കേട്ടോ. സത്യം. നമ്മള് ജയിലിടിഞ്ഞാലും വെളി വരാത്ത ഐഡിയാണ് ഈ തോലം പറഞ്ഞോണ്ട് വരുന്നത്. നമ്പ്യാരന്മാര് നമ്മുടെ സ്വത്തെല്ലാം ജപ്തി ചെയ്തിട്ട് ജീവിതകാലം മുഴുവൻ നമ്മൾ ഗതി കിട്ടാതെ അലയുന്നതിനേക്കാൾ എത്രയോ നല്ലതല്ലേ ജീവപര്യന്തം ജയിലിൽ കിടക്കുന്നത്? ഇനി നീ എന്തൊക്കെ പറഞ്ഞാലും എന്നെ നോക്കണ്ട, ഞാനില്ല. നന്നാവൂല മാഷെ. ഈ ബാങ്ക് കൊള്ളയടിക്കാൻ ചില അത്യന്താധുനിക സജ്ജീകരണങ്ങളൊക്കെ വേണ്ടേ? ഒന്നും വേണ്ട, ഒരൊറ്റ കാര്യം മാത്രം മതി. എന്താ അത്? ഭയം മാറിയ ഒരു മനസ്സ്. അതിനിപ്പോ എവിടെ പോവാൻ? ഇവന്റെ കാണോ?